ഹായ് ഗൈസ്, ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ ആനുവൽ ഡേ ആണ് ഓഫീസിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കുറച്ചിട്ട് ഓഫീസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രിപ്പറേഷൻസും ആനുവൽ ഡേൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതും ഇന്ന് ആനുവൽ ഡേ ആണ്, അപ്പോൾ അതും എല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ആനുവൽ ഡേ കണ്ടിട്ട് വരാം. നമ്മൾ 3:30 ആയപ്പോഴാണ് ഓഫീസിൽ നിന്ന് ലീവ് ചെയ്തത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ റാസൽ ഖൈമയാണ്. ഇത്ര അൽഖീൽ എന്ന് പറയുന്ന ഒരു ഫാം ഹൗസിലേക്കാണ് കേട്ടോ നമ്മുടെ ആനുവൽ ഡേ പാർട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ഒരു 1 to 1:30 ബേസിസിൽ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ നടന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 3:30 ആയി ഇറങ്ങിയപ്പോൾ. അങ്ങനെ ഒരു ബസ് ഉണ്ടായിരുന്നു, ആ ബസ്സിലായിരുന്നു നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും. പിന്നെ പേഴ്സണലി കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും കാർ യൂസ് ചെയ്തും ആൾക്കാർ വന്നിട്ടുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ബസ് തന്നെയാണ് മീഡിയമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബസ്സിൽ നമ്മുടെ ബോസ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്നൊരു വൈബായിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട്. അവിടെ ആനുവൽ ഡേന് നമ്മൾ കുറേ പ്രോഗ്രാംസ് ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനോഗ്രേഷൻ സെറമണി ഉണ്ട് നമ്മുടെ കമ്പനീൻ്റെ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നമ്മൾ ലൈവ് കുക്കിംഗ് ആണ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളത് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പുറകെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ചെറിയ ചെറിയ ബിറ്റ്സ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം മോസ്റ്റ്ലി പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യേണ്ട തിരക്കായത് കാരണം എനിക്ക് കുറേ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ ഹാവ് ഷൂട്ട് സംവെയർ ഹിയർ ആൻഡ് ദെയർ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ആ ഫാം ഹൗസിന്റെ ജസ്റ്റ് ഫ്രണ്ടിലുള്ളതാണ് കേട്ടോ ഈ കാറ്റൽ ഫാം എന്നാണോ അതോ ഇനി ക്യാമൽ ഫാം എന്നാണോ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് അത് വളരെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ്. ആരും പേടിക്കണ്ട, അതവള് ഇനോഗ്രേഷൻ സെറമണിന്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ സംസാരിക്കണം, എല്ലാവരും എങ്ങനെ വെൽക്കം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പ്രോഗ്രാമിന് മുന്നേ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്ത സമയം കളയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഒരു 7-7:30 ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനോഗ്രേഷൻ സെറമണി ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഗെയിംസും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ് വാസ് കോൽക്കളി. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ ദിസ്. കാരണം ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ടുള്ളതല്ലാണ്ട് ഞാൻ ഇതുവരെ സ്ട്രേറ്റ് അവേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഗൈസ്, എനിക്കിതിനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല. ഇറ്റ് വാസ് അമേസിങ് പെർഫോമൻസ്. കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി കാണണം. വീഡിയോസിൽ കാണുന്നത് പോലെ അല്ല. വെൻ വി വാച്ച് സ്ട്രേറ്റ് ടു സ്ട്രേറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. ഡെഫിനറ്റ്ലി നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് കണ്ടിട്ടിരിക്കണം. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ദേ ആർ ഡൂയിങ് ഇറ്റ്. അങ്ങനെ കോൽക്കളി കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടിപ്പാട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ പ്രോഗ്രാം DJ വെച്ച് എൻഡപ്പ് ചെയ്തു കേട്ടോ. ഒരു 1:30 ആയപ്പോൾ Illuminati.
അപ്പം അത്രയൊക്കെയുള്ളൂ ഗൈസ്. എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അങ്ങനെ